நேற்று முதற்கொண்டு கர்த்தர் உங்களோடு கூட பேசிக் கொண்டிருந்திருப்பார். ഇന്നലെ മുതൽ ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. நமது வாலிபம், நம்மளுடைய யூத் கிறிஸ்துக்கேங்கிறதான நல்ல தீம்காக ஸ்தோத்திரிக்கிறேன். നമ്മുടെ യൗവനം, എൻ്റെ യൗവനം ക്രിസ്തുവിന് എന്നുള്ള ഈ ഒരു തീം, അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. நான் மரியாளுடைய வாழ்க்கையிலிருந்து ஒரு சில സത്യങ്ങളെ കാണിപ്പിക്കാൻ വിരുമ്പുகிறேன். മറിയയുടെ ജീവിതത്തിൽ നിന്ന് ചില സത്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. The humble state of Mary, അതിലിരുന്നു few truths. മറിയയുടെ താഴ്മയുള്ള ആ ഒരു അവസ്ഥ, അതിൽ നിന്നും ചില സത്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഫസ്റ്റ് ട്രൂത്ത്, നമ്മുടെ കോൺഫറൻസിനുடைய തീം ബേസ് பண்ணி her total surrender. നമ്മുടെ കോൺഫറൻസിന്റെ ഈ ഒരു വിഷയം ആസ്പദമാക്കി മറിയയുടെ ജീവിതത്തിൽ നിന്ന് മറിയയുടെ പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ഗാബ്രിയേൽ, Luke chapter 1 verse 28. ലൂക്കോസ് 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. 31-ാമത്തെ വാക്യം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. 32, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. அதுக்கு மரியாள் என்ன ரெஸ்பாண்ட் பண்றா அப்படின்னா, தேவதூதனை நோக்கி இது எப்படி ஆகும், நான் புருஷனை அறியேனே அப்படிங்கிறா. മറിയ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കുക. 34-ാം വാക്യത്തിൽ മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. அதுக்கு தூதன் சொல்றார் 35. അതിന് ദൂതന്റെ മറുപടി ഇപ്രകാരമാണ്. 35-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നാം இந்த இடத்துல தான் மரியாளுடைய அந்த ടോട്ടൽ കമ്മിറ്റ്മെന്റ്, ടോട്ടൽ സറണ്ടർ നാം பார்க்கிறோம். അங்கே ഇവിടെ നമുക്ക് മറിയയുടെ പൂർണ്ണമായ ഒരു അർപ്പണം, ഒരു സമർപ്പണം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. தேவனாலே கூடாத காரியம் ஒன்றும் இல்லை அப்படின்னு சொன்ன மாத்திரத்தில் verse 38ல வாசிக்கிறோம், இதோ நான் ஆண்டவருக்கு அடிமை அப்படின்ட்டா. ദൈവത്തിന് കഴിയാത്ത കാര്യം എന്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മറിയ 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ. இதுதான் obedience without understanding அப்படிங்கிறது. ഇതാണ് നമുക്ക് കാര്യം മനസ്സിലാകാതെ തന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. അണ്ടർസ്റ്റാൻഡ് பண்ணவே முடியாது. അത് ഇത് എങ്ങനെയാണ് ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു കാര്യം. ബട്ട് അവ அப்படியே ഒബേ பண்ணாது. മനസ്സിലായില്ലെങ്കിലും അത് അങ്ങനെ തന്നെ അവൾ കീഴ്പ്പെട്ടു, അനുസരിച്ചു. നാം இன்னமும் சொல்லலாம், நான் எதிர்க்கவும் இல்லை, நான் பின்வாங்கவும் இல்லை அப்படின்னு சொல்லலாம். ഞാൻ അതിനോട് മറുതലിച്ചില്ല, ഞാൻ പുറകോട്ട് പോയില്ല. ജീസസ് ക്രൈസ്റ്റ് കുറിച്ച് നാം ഏസായல വാസിக்கிறோம் 50ல, he didn't resist or not turn back அப்படின்னு വാസിக்கிறோம். യെശയ്യാവ് 50-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നല്ലോ, അവൻ മറുതലിച്ചില്ല, അവൻ മറച്ചു നിന്നില്ല, അവൻ പുറകോട്ട് പോയില്ല. அப்ப அந்த டோட்டல் சரண்டர் அப்படின்னா அந்த இடத்துல எப்படி அப்படின்னா ஒரு 3 கான்சிக்வென்சஸ் நான் சொல்றேனே. അവിടെ ആ ഒരു പൂർണ്ണമായ സമർപ്പണം, മറിയ പ്രകാരം സമർപ്പണം ചെയ്തപ്പോൾ, തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അവിടെ അതിന് 3 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്നു. ஒரு கான்சிக்வென்ஸ் என்ன ஏற்படலாம் அப்படின்னா, அவர் மேல ஒரு நிந்தை உண்டாகும். ഒന്നാമത്തെ പ്രശ്നം, അവൾ ഈ രീതിയിൽ തന്നെ സമർപ്പിച്ചാൽ അവൾക്ക് ഒരു നിന്ദ വഹിക്കേണ്ടി വരും. ஏன்னா ஹியூமன் ஹிஸ்டரியில இது மாதிரி காரியம் நடந்ததே இல்லை. മനുഷ്യന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ഒരു കന്നി കരുത്താങ്കவே முடியாது. കന്യകയ്ക്ക് ഗർഭം ധരിക്കുവാൻ എങ്ങനെ കഴിയും? അങ്ങനെ സംഭവിച്ചിട്ടില്ല. அப்ப எனக்கு
நான் எப்படிப்பட்ட நான் நிந்தை உடையவளாய் போவனே, என் மேல நிந்தை வருமே அப்படின்னு சொல்லிட்டு அவ என்ன செய்யல அப்படின்னா, she didn't turn back. എനിക്ക് എൻ്റെ മേലൊരു നിന്ദ വരുമല്ലോ, ഞാൻ നിന്ദിക്കപ്പെടുമല്ലോ എന്നുള്ള ചിന്തയിൽ അവൾ പിന്മാറിപ്പോയില്ല. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, எனக்கு மேரேஜ் நடக்குமா? ഈ രീതിയിൽ ഞാൻ സമർപ്പിച്ചു കൊടുത്താലും എനിക്ക് വിവാഹം നടക്കുമോ? ஏற்கனவே என்கேஜ்மெண்ட் ஓவர் ஆயிடுச்சு. வாட் அபவுட் ஜோசப்? என்ன என்ன நினைப்பார்? என்ன ரகசியமா தள்ளிடுவாரு. அப்ப வாட் அபவுட் மை மேரேஜ் அப்படின்னா, ஓகே மேரேஜ் போனாலும் பரவாயில்ல. അപ്പോൾ ഇങ്ങനെ സമർപ്പിച്ചപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണല്ലോ, ഇനി ഇത് ജോസഫ് ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ എന്നെ രഹസ്യമായിട്ട് ഒഴിവാക്കി, അപ്പൊ എന്റെ വിവാഹം അതെന്താകും? വിവാഹം നടന്നില്ലെങ്കിലും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് തന്നെ അവൾ ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു. ஓகே, இதோட ரொம்ப worst கேஸ் என்ன அப்படின்னா, கல்லடிச்சு என்ன செஞ்சிடலாம்னு கேட்டா, பாளையத்துக்கு புறம்பாக்கி കല്ലടിച്ച് കൊല്ലവും ചെയ്യலாம். അത് മാത്രമല്ല, ഇതിന് മറ്റു വളരെ ഗൗരവമേറിയ വേറൊരു പ്രശ്നവും കൂടെയുണ്ട്. ഈ രീതിയിൽ അവൾ സമർപ്പിച്ചാൽ അവൾ ഒരു പാപിയാണ്, ഒരു തെറ്റുകാരിയാണ് എന്ന് കണ്ട് അവര് കരുതി അവളെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള സാധ്യതയുണ്ട്. அப்ப நிந்தை உண்டாகலாம், திருமணம் இல்லாமல் போகலாம், சாகவும் செய்யலாம். അപ്പോൾ അവൾക്ക് നിന്ദ വഹിക്കേണ്ടി വരും, അവൾക്ക് പാളയത്തിന് അവളെ കൊണ്ടുപോയി കൊല്ലും, അവളുടെ വിവാഹം നടക്കാതിരിക്കാം. இந்த இடம் தான் pouring out our soul unto death, நம்முடைய ஆத்துமாவை மரணத்தில் ஊத்துறது. இதுதான் ഇവിടെയാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ മരണത്തിന് ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. அல்லது வேறு மாதிரி சொன்னோம்னா, நம்மளுடைய Mary presented her body as a living sacrifice to her Lord. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മറിയ തന്റെ ശരീരത്തെ ഒരു ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചു. ഓക്കേ, അപ്പോൾ എவ்வளவு consequences, she paid the price. Mary, she paid the price. മറിയ ഒരു വില കൊടുത്താണ് ഈ ഒരു സമർപ്പണം നടത്തിയത്. ஏன்னா இப்ப தேவாதி தேவனுக்கு தன்னுடைய சன்ன பூமிக்கு கொண்டு வர்றதுக்கு அவருக்கு God needed a body. ദൈവത്തിന് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കേണ്ടതിന് അവിടെ ഒരു ശരീരത്തിലൂടെ അതിന് ഒരു ശരീരം ആവശ്യമായിരുന്നു. அப்படியே இதோ நான் உம்முடைய அடிமை, நான் ஒப்பு கொடுக்கிறேன்னு சொல்லிட்டு ஒப்பு கொடுத்துட்டா. അതിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, ഇതാ ഞാൻ ദാസി, അങ്ങയുടെ ദാസി എന്ന് പറഞ്ഞ് മറിയ തന്നെ യേശു തന്നിലൂടെ പിറക്കുന്നതിന് ഏൽപ്പിച്ചു കൊടുത്തു. நாம் ஒரு இடத்துல நாம் லூக் 9ல நாம் இப்படி வாசிக்கிறோம். We need not turn. ലൂക്കോസ് 9-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 9-ാം അധ്യായം, ஜீசஸ் ஒருவனை என்னை பின்பற்றி வா அப்படின்னு சொல்லுவார். എന്റെ പുറകെ വരിക എന്ന് ഒരുവനോട് പറയുന്നു. 59, Luke 9:59, 59-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ്, വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. இன்னொருத்துல 61ல வாசிக்கிறோம். 61-ാം വാക്യത്തിൽ നോക്കുക, മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ എന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. நான் போய் ஜோசப்ட்ட போய் ஒரு பர்மிஷன் வாங்கிட்டு வந்துறேன்னு சொல்லிட்டுலாம் அவ கேட்கல. ഞാൻ ഈ ഒരു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ജോസഫിനോട് പോയി പെർമിഷൻ വാങ്ങിയിട്ട് വരട്ടെ എന്ന് മറിയ പറഞ്ഞില്ല. ஏன்னா இந்த நாட்கள்ல I have come across a few things, few cases. ഈ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. சில சமயத்துல சில என்கேஜ்மெண்ட் முடிஞ்சிரும், ஹஸ்பண்ட் ஒரு பாய்க்கு அண்ட் கேர்ளுக்கு என்கேஜ்மெண்ட் முடிஞ்சிரும். ചില സമയത്ത് ഒരു പെൺകുട്ടിക്കും ഒരു യുവാവിനും അവര് തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ஏதோ ஒரு எக்ஸாம் எழுதுறதுக்காக சென்னைக்கு போக வேண்டியதா இருக்கும், அல்லது திருச்சி சிட்டிக்கு போக வேண்டியதா இருக்கும். എന്തെങ്കിലും ഒരു പരീക്ഷ എഴുതാനായിട്ട് ചെന്നൈക്ക് അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഫോണില് தன்னுடைய
would be husband ஒரு பர்மிஷன் கேட்பாங்க. இந்த மாதிரி as I am going to write an exam, so நான் வந்து I am moving to சென்னை அப்படின்னு சொல்லிட்டு ஒரு சின்ன ஒரு 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 தகவல் ஒன்று கொடுப்பாங்க, ஒரு இன்ஃபர்மேஷன் பாஸ் பண்ணுவாங்க. അപ്പോൾ തൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് തൻ്റെ ആ പയ്യനോട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ചെന്നൈക്ക് പോകാനുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. സാധാരണ ഒരു சின்ன ഒരു എക്സാം എഴുതുന്നത് கூட ഒരുത്തവന്റെ മുൻകൂട്ടി തകവൽ കൊടുക്കണം. ഒരു പരീക്ഷ എഴുതുന്നതിന് തന്നെ അതിനു മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞ തൻ്റെ ഫിയാൻസിയോട് ആ രീതിയിൽ ഒരു അറിയിപ്പ് കൊടുക്കുന്നു, ഒന്ന് അറിയിക്കുന്നു. ആണേ ഇങ്ങ ഇത് എപ്പിപ്പെട്ട കാര്യം ഇത്. എന്നാൽ ഇവിടെ നോക്കുക, എത്ര അവളதான் கையை உயர்த்திட்டா, ஆண்டவரே உமது அடிமை அப்படின்னு சொல்லிட்டா. ഈ സാഹചര്യത്തിലും അവൾ തൻ്റെ കരങ്ങളെ ഉയർത്തി, ദൈവമേ ഞാൻ അങ്ങയുടെ ദാസി, കർത്താവെ ഞാൻ അങ്ങയുടെ ദാസി എന്ന് പറയും. தேவனை அவள் விசுவாசித்தாள். ദൈവത്തെ അവൾ വിശ്വസിച്ചു. വിശ്വാസിത്തവളെ ഭാഗ്യവതി. അവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവൾ വിശ്വസിച്ചു, അതുകൊണ്ട് അവൾ ഭാഗ്യവതിയാണ്. அருமையான வாலிப பெண் பிள்ளைகள், வாலிப பையன்மார்கள், இயேசுவின் நாமத்தில் உங்களை வேண்டிக் கொள்கிறேன். அவ விசுவாசித்தான்னா அவளுக்கு வந்து 60 வயசு கிடையாது, சும்மா ஒரு வாலிப பெண். നിങ്ങൾ ഇവിടെ പ്രിയമുള്ള ഈ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, യുവാക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, അവള് ഒരു പ്രായമുള്ള ഒരു സഹോദരി ആയിരുന്നില്ല, ഒരു ചെറുപ്പക്കാരിയായിരുന്നു, ഒരു യുവതിയായിരുന്നു. ആ യുവതിയാണ് വിശ്വസിച്ചത് ഇപ്രകാരം. தேவனாலே nothing is impossible for God அப்படின்னு தூதன் சொன்ன மாத்திரத்துல எஸ் அப்படின்னு சப்மிட் பண்ணிட்டார் பாரு. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ദൈവദൂതൻ പറഞ്ഞപ്പോൾ ഉടനെ അതിന് അവൾ കീഴ്പ്പെട്ടു. தேவனிடத்தில் அவள் நம்பிக்கையா இருந்தால், விசுவாசமா இருந்தால். കാരണം എന്താണ്? അവൾ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ അവൾ വിശ്വാസം വെച്ചു. எங்க தேவன் எங்க தாழ்மை இருக்கோ அங்கதான் விசுவாசம் தங்கும். എവിടെ താഴ്മയുണ്ടോ അവിടെയാണ് വിശ്വാസം നിലനിൽക്കുക. അവൾ അടിമയും താഴ്മയാ இருந்தா, அதனால அவள்கிட்ட விசுவாசம் தங்கிடுச்சு. അവൾ ഒരു അടിമയായി, ഒരു ദാസിയായി ഇരുന്നതുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. இது ரிலேட்டடா சில விஷயங்களை நான் சொல்ல விரும்புகிறேன். ഞാൻ വേറെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. சில சமயங்கள்ல சில சரீரத்துல கூட நமக்கு என்ன இருக்கும் அப்படின்னா, சில பிசிக்கலா சில இல்னஸ், சிக்னஸ் கூட நமக்கு இருக்கலாம், ക്രോണിക്കാ கூட இருக்கலாம் சில സമയങ്ങളില്. ചില സാഹചര്യത്തിൽ നമുക്ക് ശാരീരികമായ ചില അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ദീർഘനാളായിട്ട് നമുക്കുള്ള ചില രോഗങ്ങൾ നമുക്കുണ്ടാകാം. நான் ஒரு நான் பார்த்த காரியங்கள் எல்லாம் நான் பார்த்திருக்கேன். நம்ம சர்ச்சில் ஹானஸ்டி, ഇന്റഗ്രിറ്റി, ട്രൂത്ത്ഫുൾനെസ് தான் நம்மளுடைய சர்ச்சில் நான் வலியுறுத்துகிறோம். നമ്മുടെ സഭയിൽ നാം സത്യസന്ധത, നേർമയായിട്ട്, സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങൾക്കാണ് നാം നമ്മുടെ സഭയിൽ ഊന്നൽ നൽകുന്നത്. ஒரு கேர்ளுடைய ஃபாதர் வந்து எய்ட்ஸ்னால பாதிக்கப்பட்டு எய்ட்ஸ்க்கு உண்டான ടാബ്ലറ്റ് എടുത്തിട്ട് இருக்கிறார். ഒരു പെൺകുട്ടിയുടെ പിതാവ്, അവൾക്ക് അദ്ദേഹത്തിന് എയ്ഡ്സ് ഉണ്ട്. അവളുടെ ഫാദർക്ക്, അതെ, പെൺകുട്ടിയുടെ പിതാവിന് എയ്ഡ്സ് ഉണ്ട്. അതിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു. இப்ப இதை நம்ம தெரியப்படுத்தணுமா, பிரைட் க்ரூம்க்கு தெரியப்படுத்தணுமா, தெரியப்படுத்தக்கூடாதா அப்படின்னா, we should not hide it. நாம ஓப்பனா வெளிச்சத்துக்கு கொண்டு வரணும். ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരിക്കലും നാം മറച്ചു വെക്കരുത്. അത് ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പറയണം. அந்த கேர்ளுக்கு ஒவ்வொரு வருஷமும் மெடிக்கல் ടെസ്റ്റ് എടുത്ത് നെഗറ്റീവ് റിപ്പോർട്ട് அந்த கேர்ளுக்காக ஒவ்வொரு தடவையும் வாங்கியிருக்கோம். ഓരോ വർഷവും ഈ പെൺകുട്ടി മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്നു. മെഡിക്കൽ ടെസ്റ്റ് എടുത്ത് ആ നെഗറ്റീവ് റിപ്പോർട്ട് അവൾ വാങ്ങുന്നുണ്ട്. ஏன்னா வீட்டுல ஃபாதருக்கு அது மாதிரி இருக்கு, இவளுக்கு அந்த மாதிரி எந்த விதமான பிரச்சனை இல்லை அப்படிங்கறத அந்த நெகட்டிவ் ரிப்போர்ட்டை அந்த பிரைட் ഗ്രൂംക്ക് நம்ம കാണിച്ചിருக்கோம். അപ്പോ പിതാവിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ രീതിയിൽ ഓരോ വർഷവും അവള് നെഗറ്റീവ് റിപ്പോർട്ട് എടുക്കുന്നു. എടുത്ത നെഗറ്റീവ് റിപ്പോർട്ട് ഈ തന്റെ കല്യാണം ആലോചിക്കുന്ന പയ്യന് അത് കാണിച്ചു കൊടുക്കുന്നു. அது பேரண்ட்ஸுக்கு நாம் ரிவீல் பண்ணி பார்க்கும் பொழுது, பையனுக்கு ஃபெய்த் இருக்கோ இல்லையோ, பேரண்ட்ஸுக்கு ஃபெய்த் இல்லாததுனால என்ன செஞ்சிடறாங்க, பையனுடைய பேரண்ட்ஸ் வந்து சாரி பிரதர், நோ பிரதர், நோ பிரதர், அப்படியே என்ன ஆயிட்டே இருக்குன்னா ஒரு சில கேசஸ் அப்படியே தள்ளி போயிடுச்சு. എന്നാൽ ഈ
യുവാവിനോ യുവാവിന്റെ പേരൻസിനോ ആ രീതിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് സോറി എന്ന് പറഞ്ഞ് അത് നീങ്ങി അത് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ஓகே, தேவனால் கூடாத காரியம் ஒன்றும் இல்ல. ദൈവത്തിന് സാധ്യമല്ലാത്ത ഒരു കാര്യവുമില്ല. அந்த கேர்ள் விசுவாசத்தோட இருந்தா. ആ പെൺകുട്ടി അവൾ വിശ്വാസത്തോടു കൂടെ തന്നെ തുടർന്നു. அவ நாம சொல்றதை காட்டில அந்த கேர்ள் சொல்லுவா, அங்கிள் நீங்க இந்த காரியத்தை என்னுடைய டாடிக்கு இது மாதிரி இருக்குங்கிறத நீங்க சொல்லிட்டீங்களா அங்கிள் அப்படின்பா. അപ്പൊ ആ പെൺകുട്ടി വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കും, എന്റെ ഡാഡിക്ക് ഈ രീതിയിൽ സുഖമില്ല എന്നുള്ളത് ഈ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ആ പയ്യനോട് പറഞ്ഞോ എന്ന് എന്നോട് ചോദിക്കും. മോളെ ഉன்னுடைய faith அதிகம்னு சொல்லுவேன் நான். ഞാൻ പറയും, മകളെ നിന്റെ വിശ്വാസം വലിയതാണ്. ஆமா. But God brought a wonderful brother to that girl. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ഒരു യുവാവിനെ ആ പെൺകുട്ടിക്കായിട്ട് കൊണ്ടുവന്നു. A few years back, they got married and they have 2 children. ചില വർഷങ്ങൾക്ക് മുമ്പ് അവർ വിവാഹിതരായി, അവർക്ക് 2 മക്കളും ഉണ്ട്. சில சமயங்களில் நம்ம வந்து பயப்படக்கூடாது, ஃபியூச்சரை குறித்தெல்லாம் நம்ம பயப்படக்கூடாது. ചില സാഹചര്യങ്ങളിൽ നാം ഭാവിയെക്കുറിച്ച് ഈ രീതിയിൽ ആശങ്കയും ഭയവും ഉള്ളവരായി തീരരുത്. സിക്നസ് நம்ம ஒரு காலம் என்ன செய்யக்கூடாதுன்னா, sin இயேசுவின் there are 2 problems, one is sin problem, one is sickness problem. നമുക്ക് പാപത്തിന്റെ പ്രശ്നമുണ്ട്, രോഗത്തിന്റെയും പ്രശ്നമുണ്ട്. sin ப்ராப்ளத்தை நம்மளுடைய கடந்த நாட்களுடைய பாவத்தை இயேசுவின் ரத்தம் சுத்திகரிச்சிருச்சு. നമ്മുടെ പാപം സംബന്ധിച്ച് നമ്മുടെ കഴിഞ്ഞ കാലത്തെ എല്ലാ പാപങ്ങളും അത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടു, നമ്മെ ശുദ്ധീകരിച്ചു. இயேசு சுத்தமாக்கினதை நாம் தீட்டு டிஃபைல்மென்ட் அப்படின்னு நாம சொல்லக்கூடாது. യേശു നമ്മെ ശുദ്ധമാക്കി കഴിഞ്ഞാൽ നാം അവിടെ അശുദ്ധമാണ് എന്ന് നാം ഒരിക്കലും പറയരുത്. ആക്ട്സ് 10 പീറ്റർ ആണ്ടർ சொல்லி கொடுத்த കാര്യം. ഇത് അപ്പോസ്തലർ പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ പത്രോസിന് കർത്താവ് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഞാൻ പരിശുദ്ധമാക്കിയതിനെ നീ തീട്ട് എന്ന് എണ്ണാതെ. ഞാൻ ശുദ്ധമാക്കിയതിനെ നീ അശുദ്ധം എന്ന് എണ്ണരുത്, കരുതരുത്. Yes, pastல unconverted daysல நாம் சில காரியத்துல நாம் தவறி இருக்கலாம். കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രക്ഷിക്കപ്പെടാത്ത നാളുകളിൽ ചില കാര്യങ്ങളിൽ നമുക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. Yes, youthful lustல വിழுந்திருக்கலாம், either boy or girl. അത് യുവാവായിരിക്കാം, യുവതിയായിരിക്കാം, യൗവന മോഹങ്ങളിൽ വീണു പോയിട്ടുണ്ടാവാം. அதை நாம் கொண்டு வரக்கூடாது, அதை நாம் மேரேஜ் லைஃப்ல கொண்டு வரக்கூடாது. അതെല്ലാം നാം വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. அது முடிஞ்சிருச்சு, அது இயேசு ரத்தம் கழுவிடுச்சு, அவ்வளவுதான். അത് യേശുക്രിസ്തുവിന്റെ രക്തം അത് കഴുകി ശുദ്ധീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. ஆனால் സിക്നസ് പ്രോബ്ലത്തെ we should not hide it, ஏன்னா அது കണ്ടിന്യൂ ആവും. എന്നാൽ നമുക്ക് ഉള്ള ഒരു രോഗം, നമുക്ക് തുടർമാനമായിട്ട് നാം ഉള്ള ഒരു രോഗം, അത് നാം മറച്ചു വെക്കരുത്. കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീടും ഉള്ള ഒരു കാര്യമാണ്. ഒരു ഡിപ്രഷനുக்கு ടാബ്ലറ്റ് എടുത്താ நான் டிப்ரெஷனுக்கு ടാബ്ലറ്റ് എടുക്കുന്ന സൈക്കാട്രിക് മെഡിസിൻ എടുക്കാൻ சொல்லணும். ഒരു ഡിപ്രഷന് ടാബ്ലറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതെ ഞാൻ ഇങ്ങനെ ഒരു സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണം, പറയണം. நான் டயபெட்டிஸ் இருந்துச்சு அப்படின்னா அந்த டயபெட்டிஸ்க்கு நான் ടാബ്ലറ്റ് എടുക്കறேங்கறத റിവീൽ பண்ணணும். ഡയബറ്റിക്സിന് ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡയബറ്റിക്സിന് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണം. அதை நான் மறைக்க கூடாது. അത് നാം മറയ്ക്കുവാൻ പാടില്ല. ஏன்னா அது ஃபியூச்சருக்கு வரும், ஃபியூச்சருக்கு வரும். sin வராது, sickness வரும். പാപം, ശുദ്ധീകരിക്കപ്പെട്ട പാപം അത് മുന്നോട്ട് വരുന്നില്ല. എന്നാൽ രോഗം, നമുക്കുള്ള രോഗം അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നാം അത് അറിയിക്കേണ്ടതാണ്, മറച്ചു വെക്കാൻ പാടില്ല. ഒരു ഗേൾ திருமணமான ஒரு few monthsக்குள்ளே ஒரு யங் கப்பிள் ஒரு யங் மேரிடு கேர்ள் என்கிட்ட வந்து பர்சனலா ஒரு ஆலோசனைக்காக வந்தாப்ல. വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരായ ദമ്പതിമാർ, ആ പെൺകുട്ടി എൻ്റെ അടുത്ത് ഒരു ആലോചനയ്ക്കായിട്ട് എൻ്റെ അടുത്ത് വന്നു. அந்த 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 நாட்கள்ல செய்தி, சபையினுடைய சண்டே செய்தி என்னன்னா being honest அப்படின்னு சொல்லிட்டு ஒரு செய்தி. അന്ന് ഞായറാഴ്ച ഉണ്ടായിരുന്ന സഭാ മീറ്റിംഗിലെ സന്ദേശം നിങ്ങൾ സത്യസന്ധരായിരിക്കുക എന്ന സന്ദേശമായിരുന്നു. உடனே இவளுக்கு என்ன ஆயிடுச்சு அப்படின்னா, தன்னுடைய பாஸ்ட்ல காலேஜ் டேஸ்ல ஒரு பாய் ஃப்ரெண்டோட கொஞ்சம்
ஒரு சின்ன ஒரு க்ளோஸ்னஸ், ஒரு நியர்னஸ் இருந்திருக்கு அவளுக்கு. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബോയ് ഫ്രണ്ടിനോട് കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വന്നു. அதை தன்னுடைய ஹஸ்பண்டுக்கு நான் ரிவீல் பண்ணணுமோ? അത് ഞാൻ പോയി എൻ്റെ ഭർത്താവിനോട് പറയണോ എന്ന് ചോദിക്കാനാണ് വന്നത്. That is not wisdom, that is foolishness. അത് ജ്ഞാനമല്ല, അത് പോഷത്വമാണ്. அதுல என்ன கேட்டாப்லன்னா, அந்த ஹஸ்பண்ட் ஞானம் இல்லாம ஃபூலிஷா ஒரு கொஸ்டினை வந்து ஃபூலிஷா அந்த ஹஸ்பண்ட் கேட்டாரு. Did you have any affairs in your past life அப்படின்னு கேட்டார். ഈ ഭർത്താവും പോഷത്വമായിട്ട് ഈ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് മുമ്പ് ഈ രീതിയിൽ എന്തെങ്കിലും അഫയേഴ്സ് ഉണ്ടായിരുന്നോ? அருமையான யங் பாய்ஸ் அண்ட் கேர்ள்ஸுக்கு நான் சொல்றேன், പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ യുവാക്കൾക്കും യുവതികൾക്കും നിങ്ങളോട് ഞാൻ പറയട്ടെ, உங்களுடைய நாளைக்கு ஃபியூச்சர்ல உங்களுடைய மேரிட் லைஃப் வரும்பொழுது இந்த கேள்வி மட்டும் என்னைக்கு கேட்றாதீங்க. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ വിവാഹിതരായി നിങ്ങൾ കുടുംബജീവിതം തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളെ നിങ്ങൾ കിഴിഞ്ഞ് ചോദിക്കരുത്. அது தவறான காரியம். അത് തെറ്റായ കാര്യമാണ്. மனைவி புருஷன்ட்ட கேட்க கூடாது, மனைவி புருஷன் மனைவிட்ட கேட்க கூடாது. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ഇപ്രകാരം ഉള്ള പഴയ കാര്യങ്ങൾ കിഴിഞ്ഞ് ചോദിക്കരുത്. எஸ், அவர் ஓல்ட் திங்ஸ் எல்லாம் பழையவைகள் யாவும் ஒழிந்து போய் எல்லாம் பாஸ்ட் அவே, ஓல்ட் திங்ஸ் பாஸ்ட் அவே, அவ்வளவுதான். പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയി. Now we are new creatures, அவ்வளவுதான். നാം ഇപ്പോൾ പുതിയ സൃഷ്ടിയാണ്, அவ்வளவுதான். பழச வந்து நம்ம என்ன செய்யக்கூடாது அப்படின்னா கேட்கவே கூடாது. அப்படிப்பட்ட ஒரு கேள்வி கேட்காம இருக்கிறது ஞானம். നാം വിവാഹിതരായ ശേഷം ഇപ്രകാരം പഴയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാതിരിക്കുന്നതാണ് ജ്ഞാനം. அந்த கேர்ள் என்ன பண்ணிட்டாப்ல அப்படின்னா, அந்த மாதிரி கேட்டதுனால அந்த டைம்ல ஒரு பதில் சொல்லாதபடிக்கு she escaped. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ആ സമയത്ത് ഉത്തരം പറയാതെ ആ പെൺകുട്ടി ഉത്തരം പറഞ്ഞില്ല. എன்கிட்ட ആലോചനയ്ക്കാ കേട്ടാப்ல. അത് കഴിഞ്ഞ് എന്നോട് വന്ന് അതിനോട് എന്ത് പറയണം എന്ന് എന്നോട് ചോദിച്ചു. நான் ஒரே வார்த்தையை சொல்லிட்டேன், you should say to your husband no, அவ்வளவுதான், that's all. ഇല്ല എന്ന് ഭർത്താവിനോട് പറയണം, അത്ര തന്നെ. ബ്രദർ, ഇത് പൊയ്യില്ലയാ? അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, സഹോദര ഇത് കളവല്ലേ? അത് പാവമാ இருந்தா என் அக்கவுண்ட்ல இருக்கட்டும்னு சொல்லிட்டேன். ഞാൻ പറഞ്ഞു, അത് ആ രീതിയിൽ നിനക്ക് പാവമായിട്ട് തോന്നുന്നെങ്കിൽ അത് എന്റെ കണക്കിൽ ഇട്ടോളാൻ പറഞ്ഞു. എക്കാരണത്തെ കൊണ്ട് ഡോണ്ട് റിവീൽ, ഈ പഴയ കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട എന്ന് ഞാൻ പറഞ്ഞു. ஏன்னா that old man, that old life எல்லாம் drowned in the water, finished, அவ்வளவுதான், முடிஞ்சிருச்சு, அவ்வளவுதான். ഈ പഴയ മനുഷ്യൻ, പഴയ കാര്യങ്ങൾ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. அப்ப இப்படி ஒரு சந்தர்ப்ப சூழ்நிலை நமக்கு தேவையா? முதல்ல அதை கேட்போம். இப்படி ஃபியூச்சர்ல இப்படி ஒரு சிச்சுவேஷன் நமக்கு அமையணுமா? அப்ப எவ்வளவு விவேகமா we have to live in these days. അപ്പൊ ഇങ്ങനെ ഭാവിയിൽ നമുക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നാം ഇന്ന് ആയിരിക്കുന്ന ഈ കാലയളവിൽ നാം എത്ര ജ്ഞാനത്തോടെ നാം ജീവിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. சோ மரியாள் இடத்தில் அப்படிப்பட்ட ஒரு விசுவாசம் இருந்தது. என்ன நடந்தாலும் சரி, எனக்கு மேரேஜ் நடந்தாலும் சரி நடக்காட்டினாலும் சரி. മറിയയുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും எனக்கு தேவை, ஐ வாண்ட் ஜீசஸ், தட்ஸ் ஆல், அவ்வளவுதான். എനിക്ക് യേശുവിനെ വേണം, അത് മാത്രം മതി. டோட்டல் சரண்டர், പൂർണ്ണമായ സമർപ്പണം. அதுக்கு அந்த அளவுக்கு அவளுக்கு அவர் தாழ்மையா இருந்தபடினால் அவள்கிட்ட ஒரு விசுவாசம் இருந்தது. അവൾ താഴ്മയുള്ളവളായിരുന്നത് കൊണ്ട് ആ രീതിയിലുള്ള ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ലൂക്ക് ചാപ്റ്റർ 1, ലൂക്കോസ് 1-ാം അധ്യായം, രണ്ടാമത് സെക്കൻഡ് ട്രൂത്ത്, അവിടെ ഒന്നുള്ള രണ്ടാമത്തെ സത്യം, വേഴ്സ് 27, 27-ാമത്തെ വാക്യം. ഓക്കേ. ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ஓகே, அவளை குறித்து ஃபர்ஸ்ட் எப்படி வாசிக்கிறோம் அப்படின்னா കന്യകை அப்படின்னு வாசிக்கிறோம். അവിടെ അവളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആദ്യത്തെ കാര്യം നോക്കുക, കന്യക എന്ന് എഴുതിയിരിക്കുന്നു. 34-ാം വചനத்துல நான் புருஷனை அறியேனே அப்படின்னு சொல்றா பாரு.
34 വാക്യത്തിൽ മറിയ ദൂതനോട് പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ പുരുഷനെ അറിയായികയാൽ എന്ന് പറയുന്നു. இந்த நாட்களில் நிறைய பேருடைய ക്ലീൻ ഊമ്പ് கிடையாது. ഈ കാലഘട്ടത്തിൽ, ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരുടെയും ഗർഭപാത്രം അത് ശുദ്ധമായ ഗർഭപാത്രമല്ല. Yes, before marriage itself വിവാഹത്തിന് മുമ്പ് തന്നെ நிறைய பேருடைய கற்பம் அசுத்தமா இருக்கிறது. അനേക ആളുകളുടെ, അനേക സ്ത്രീകളുടെ ഗർഭം അത് അശുദ്ധമായിരിക്കുന്നു. பரலோகத்தினுடைய தகப்பன் தன்னுடைய குமாரனை நல்ல சுத்தமான ஒரு கிளீன் ஊம்புக்குள்ள அனுப்பணுங்கிறதுக்காக தேவன் பார்த்தார். ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ, തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ശുദ്ധമായ ഒരു ഗർഭപാത്രത്തിൽ, ശുദ്ധിയുള്ള ഒരു ഇടത്തേക്ക് അയക്കണം എന്നാണ് ദൈവം നോക്കിയത്. அப்ப அந்த நாசரேத்தூர்ல இருந்ததான அந்த மரியாள் ஒரு கன்னியாய் எந்த ஒரு பாய் ஃப்ரெண்டோடையோ ஒரு ரிச் மேனோ அல்லது போரோ அல்லது ஓல்டோ அல்லது யங்கோ யாரோடையும் கலவாதபடிக்கு தன்னுடைய പ്യൂരിറ്റിയെ കാത്തുകൊണ്ടവൾ. ഇവിടെ ഇതാ നസ്രേത്തിലുള്ള ഈ മറിയ എന്നുള്ളൊരു യുവതി, അവൾ ഏതെങ്കിലും ഒരു ധനികനായ യുവാവിനോടോ അല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തിയോടോ ചെറുപ്പക്കാരനോടോ പ്രായമുള്ള ആരോടും ആ രീതിയിൽ ഒരു ബന്ധവുമില്ലാതെ, അങ്ങനെയുള്ള ഒരു സൗഹൃദമില്ലാതെ തന്നെ ശുദ്ധിയുള്ളവളായി, കന്യകയായി താൻ സൂക്ഷിച്ചു. தேவன் இதெல்லாம் பார்த்தாரு. ദൈവം ഇതെല്ലാം നോക്കി. தாழ்மை உள்ளவளான், தாழ்மை உள்ள பாத்திரமான்னு பாக்குறாரு. ഇതൊരു താഴ്മയുള്ള ഒരു പാത്രമാണോ എന്ന് ദൈവം മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് പരിശുദ്ധமான പാത്രമാ அப்படிங்கறத பாக்குறாரு. ദൈവം നോക്കുന്നു, ഇത് വിശുദ്ധിയുള്ള ഒരു പാത്രമാണോ എന്ന് നോക്കുന്നു. நான் புருஷனை அறியனே அப்படிங்கிறார். ഇതാ അവൾ പറയുന്നത് നോക്കുക, ഞാൻ പുരുഷനെ അറിയായികയാൽ. சோ இந்த நாட்கள்ல நிறைய ഫ്രീ ടൈപ്പ് ഗേൾസ് நிறைய இருக்கிறாங்க. ഫ്രീ ടൈപ്പ് ഗേൾസ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ, വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന പല സഹോദരിമാർ, യുവതികളുമുണ്ട്. Song of Solomon, I want to show you two verses from Song of Solomon. ഞാൻ 2 വാക്യങ്ങൾ ഉത്തമഗീതത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. Chapter 4 verse 12. 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. அதுல verse 12 வாசிக்கிறோம். Locked garden and sealed spring அப்படின்னு வாசிக்கிறோம். ഇവിടെ ഈ 12-ാം വാക്യത്തിൽ എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അതുപോലെ തന്നെ മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്, അടച്ചിരിക്കുന്ന നീരുറവ് എന്ന് നാം ഇവിടെ വായിക്കുന്നു. மறைவு அந்த அந்த ஸ்ப்ரிங்ல, அந்த ஃபவுண்டெயின்ல போறவங்க வர்றவங்க எல்லாம் என்ன செஞ்சிட முடியாது, தண்ணி குடிச்சிட முடியாது. ആ കിണറിൽ വന്ന് വെറുതെ പെട്ടെന്ന് വന്ന് അവിടുന്ന് വെള്ളം കുടിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മളോട് ഒരു ലോക്ക്ഡ്, അടയ്ക്കപ്പെട്ട ഒരു തോട്ടം. ഈ തോട്ടം അത് ആർക്കും എപ്പോഴും വന്ന് കയറാൻ കഴിയുന്ന ഒരു തോട്ടമല്ല, അത് അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്. ഫ്രീ ടൈപ്പ് ഗേൾസ്லாம் இருக்காங்க. ഫ്രീ ടൈപ്പ് ഗേൾസ്ல நிறைய பேர் இருக்காங்க. பாய்ஸ் அண்ட் கேர்ள்ஸ் இருக்காங்க. എന്നാൽ ഇന്ന് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് ധാരാളമുണ്ട്. തോൾ മേലെ തോൾ പോட்டுக்குவாங்க, കൈ പോட்டுக்குவாங்க. അവര് തോളിൽ കൈയിട്ട് നടക്കുന്നവർ, 2 വീലറിലെ ബാക്കിൽ ഏത്തിക്കുവാங்க, ബൈക്കില് പുറകിൽ പെൺകുട്ടിയെയും കൊണ്ട് പോകുന്ന ആൺകുട്ടികൾ. ഒരു ബോയ് വണ്ടി ഓട്ടുവാൻ, ബാക്കില് പിന്നാലെ ഉட்கார்ந்துக்குவாங்க. ആൺകുട്ടി ബൈക്ക് ഓടിക്കുന്നു, പെൺകുട്ടി പുറകിൽ കയറിയിരിക്കുന്നു. നല്ല കാഷ്വലാ ഫ്രീയാ இருக்கிறதெல்லாம், വളരെ ഫ്രീ ആയിട്ട്, കാഷ്വൽ ആയിട്ട് വളരെ പെരുമാറുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും. அப்படிப்பட்ட ஈவில் ஜெனரேஷன் மத்தியில நாம் இருக்கிறோங்கிறத நாம் மறந்துடக்கூடாது. ഇങ്ങനെയുള്ള ഒരു ദുഷ്ട ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് ചെറുപ്പക്കാരെ നിങ്ങൾ മറന്നു പോകരുത്. அதுல நாம் எப்படிப்பட்டவர்களா இருக்கணும்னா, இங்க சாங் ஆஃப் சாலமன் சொல்லப்பட்டிருக்கிறது போல இருக்கணும். அடைக்கப்பட்ட தோட்டமாகவும் மறைவு கட்டப்பட்ட முத்திரிக்கப்பட்ட ஒரு கிணறுபாய் நீரூற்றாய் நாம் இருக்கணும். ഈ ഉത്തമഗീതത്തിൽ നാം വായിച്ചതുപോലെ അങ്ങനെ ആകരുത്. ഇവിടെ നാം അടച്ചിരിക്കുന്ന ഒരു തോട്ടം,
മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ് അതുപോലെ ആയിരിക്കണം നിങ്ങൾ. Verse 16 வாசிக்கிறோம். என் അവിടെ நேசருக்கு தான் அதனுடைய அருமையான கனிகள், அவ்வளவுதான். 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശിയിട്ട് എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. Yes, പ്രിയന് என்னுடைய വേണ്ടിയാണ്. before my wedding day அந்த தோட்டத்துல இருந்து யாரும் கனியை புசிக்க கூடாது. എന്റെ വിവാഹ ദിവസത്തിന് മുമ്പ് ഈ തോട്ടത്തിൽ നിന്ന് മറ്റാരും അവിടെ വന്ന് ഫലം ഭുജിക്കുവാൻ പാടില്ല. அப்ப நாம் இதுதான் இப்படிதான் மேரி இருந்திருக்கிறா. ஒரு அடைக்கப்பட்ட ஒரு லாக்டா இருந்திருக்கா அவ. ഇതാണ് ഒരു അടയ്ക്കപ്പെട്ട മുദ്രയിടപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത്. ஓகே, Song of Solomon chapter 8ல கூட வாசிக்கிறோம். ഉത്തമഗീതം 8-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. verse 9ல വാസിக்கிறோம். അവിടെ 9-ാമത്തെ വാക്യം, അവൾ ഒരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളി മകുടം പണിയാമായിരുന്നു, ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു. சோ அருமையான either boys or girls ரெண்டு பேருக்குமே தான் சொல்றேன். ഞാൻ ഇവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടു കൂട്ടർക്കും, നിങ്ങൾക്ക് രണ്ട് പേരോടും കൂടെയാണ്, രണ്ടു കൂട്ടരോടും കൂടെയാണ് ഞാൻ പറയുന്നത്. நாம் ஒரு வாலா இருக்கமா அல்லது ஒரு டோரா இருக்கமா? നിങ്ങൾ ഒരു മതിലാണോ അതോ ഒരു വാതിലാണോ? ஓகே, நாம் ஒருபோதும் நாம் என்னவா இருந்திடக்கூடாதுன்னு டோரா இருந்திடக்கூடாது. നിങ്ങൾ ഒരിക്കലും ഒരു വാതിലാകാൻ പാടില്ല. அப்படி அப்படி தட்டின மாத்திரத்துல கதவு திறந்து கொடுக்கறதா இருக்கக்கூடாது. അത് തട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുന്ന ഒരു വാതിലായി ആയിരിക്കരുത് നിങ്ങളുടെ ജീവിതം. அப்படி கதவானால் அதுக்கு கேதுரு பலகைகளே அதுக்கு இணைக்க வேண்டியதா இருக்கு. அதுக்கு Can you repeat? verse 9 the latter part. അതിന്റെ 10-ാമത്തെ 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഒരു വാതിലെങ്കിൽ ദേവദാരു പലക കൊണ്ട് അടയ്ക്കാമായിരുന്നു. yes, அது இன்னும் ஸ்ட்ராங் பண்ண வேண்டியதா இருக்கு அந்த கதவை. ആ കതകിനെ അവിടെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. பட் மதில் பிரச்சனை இல்லை, அது மேல ஒரு வெள்ளி கோட்டையே தேவன் கட்டுவார். എന്നാൽ ഒരു മതിലാണെങ്കിൽ ആ மதில் கடந்து போகுവാനായിട്ട് കഴിയുകയില്ല. சோ இப்படிதான் இந்த நாட்களில் நாம் நம்மளுடைய ஒரு புருஷனையோ அல்லது ஒரு கேர்ளையோ நாம் அறியாதபடிக்கு நாம் ஜாக்கிரதை உள்ளவர்களாய் நாம் இருக்க வேண்டும். നാം ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ആൺകുട്ടിയോ മറ്റൊരു വ്യക്തിയോ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ ആ രീതിയിൽ അറിയാത്തവരായിട്ട് നിങ്ങൾ യുവാക്കൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. God ഒരു എക്സലന്റ് മാച്ച് മേക്കർ. ഗോഡ്, ദൈവം ഒരു വളരെ നല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ്. நான் அநேக வாலிப பிள்ளைகளுக்கு நான் சொல்றது உண்டு, ஒரு ஹோல் ஹார்ட்டடுக்கு ஒரு ஹோல் ஹார்ட்டடா மேட்ச் பண்ணுவார். ഞാൻ അനേക ചെറുപ്പക്കാരോട് ഞാൻ പറയാറുണ്ട്, ഒരു പൂർണ്ണ ഹൃദയമുള്ള ചെറുപ്പക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയമുള്ള ഒരു യുവതിയെ ദൈവം കണ്ടെത്തും. yes, നേരെ തിരിച്ചു. இங்க மேரி ஒரு 24 carat whole hearted disciple. ഇവിടെ ഇതാ മറിയ നോക്കുക, അവൾ 24 കാരറ്റ് ഉള്ള ഒരു പൂർണ്ണ ഹൃദയമുള്ള ശിഷ്യയായിരുന്നു. ஒரு whole hearted 24 carat ജോസഫ് ദേവൻ ആയത്തപ്പെടുത്തി വെച്ചിരുந்தார். ദൈവം അവൾക്കായിട്ട് ഈ പൂർണ്ണ ഹൃദയമുള്ള 24 കാരറ്റ് ഉള്ള ജോസഫിനെ അവൾക്കായിട്ട് കരുതിയിരുന്നു. such a righteous man. ആ ജോസഫ് എത്ര നീതിമാനായ വ്യക്തിയായിരുന്നു. ഫസ്റ്റ് മാത്യു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ അവനെ കുറിച്ച് വാസിക്കണം, he was such a righteous man. മത്തായി 1-ാം അധ്യായത്തിൽ തന്നെ ജോസഫിനെ കുറിച്ച് അവൻ നീതിമാനായിരുന്നു എന്നുള്ള കാര്യം നാം വായിക്കുന്നു. yes, God matchmaker. 24 character 24 character match பண்ணுவார். ദൈവം ആ രീതിയിൽ നല്ല ഒരു വിവാഹം ആ രീതിയിൽ ഒരുക്കുന്നവനാണ്. 24 കാരറ്റ് ഉള്ള ഒരു ശിഷ്യനെ 24 കാരറ്റ് ഉള്ള മറ്റൊരു പെൺകുട്ടിയോട് ആൺകുട്ടിയോട് ഇണയ്ക്കുന്നവനാണ്. ஆஃப் ஹார்ட்டட் மேட்ச் பண்ணுவார். നിങ്ങൾ പാതി ഹൃദയമുള്ളവരാണെങ്കിൽ പാതി ഹൃദയമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്കായിട്ട് ദൈവം കണ്ടെത്തും. ഒരു கார்னர் பிலீவருக்கு ஒரு கார்னர்ல மேட்ச் பண்ணுவார். ഒരു ജഡികനായ വിശ്വാസിക്ക് ഒരു ആ രീതിയിലുള്ള ജഡികയായ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ജഡികനായ ഒരു ആൺകുട്ടിയെ ആ രീതിയിൽ ദൈവം അങ്ങനെയാണ് അവരെ ചേർക്കുക. യെസ്, ഒരു തകര ഡപ്പാവുക്ക് ഒരു തകര ഡപ്പ, അவ்வளவு. ഒരു ടിന്നുക്ക് ഒരു ടിൻ, ഒരു ടിൻ കാനുക്ക് ഒരു ടിൻ കാൻ. ഓക്കെ, ഒരു തകരപ്പാട്ടയ്ക്ക് തകരപ്പാട്ട. 24 കാരറ്റ് ഗോൾഡുക്ക് 24 കാരറ്റ് ഗോൾഡ്. 24 കാരറ്റ് സ്വർണത്തിന് 24 കാരറ്റ് സ്വർണം. தேவன் பார்க்கிறார், அங்கேருந்து பார்க்கிறார்.
பரலோகத்தின் தேவன் அப்படி பார்க்கிறார், பூலோகம் எங்கு பார்க்கிறார். He is a matchmaker. ദൈവം മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം ആ രീതിയിൽ ഇണയ്ക്കുന്നവനാണ്. ആ രീതിയിൽ തക്കതായ ഒരു തുണയെ ദൈവം കണ്ടെത്തുന്നു. 2 Chronicles 16:9 வாசிக்கிறோம், தம்மை பற்றி உத்தம இருதயத்தோடு இருக்கிறவர்களுக்கு தம்முடைய வல்லமையை விளங்க பண்ணும்படி பூமி எங்கு கர்த்தருடைய கண்கள் உலாவிக் கொண்டிருக்கிறதுன்னு வாசிக்கிறோம். That's a promise. 2 കൊരിന്ത്യർ 16-ാം അധ്യായം 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അത് ഒരു വാഗ്ദത്തമാണ്. തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കുവാൻ ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമി എങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ஒரு ஹோல் ஹார்ட்டட் ஒரு போவாஸ்க்கு ஒரு ஹோல் ஹார்ட்டட் ரூத்தை தேவன் ஆயத்தப்படுத்துவார். പൂർണ്ണ ഹൃദയമുള്ള ഒരു ബോവാസിന് വേണ്ടി പൂർണ്ണ ഹൃദയയായ രൂത്തിനെ ദൈവം ഒരുക്കുന്നു. ஒரு ஹோல் ஹார்ட்டட் மேரிக்கு ஒரு ஹோல் ஹார்ட்டட் ஜோசப் ஆயத்தப்படுத்துவார். ഒരു പൂർണ്ണ ഹൃദയമുള്ള മറിയയ്ക്ക് പൂർണ്ണ ഹൃദയമുള്ള ജോസഫിനെ ദൈവം ഒരുക്കുന്നു. சோ இந்த பூமியில் நாம் நம்மளுடைய வாலிப நாட்களை ஆப்போசிட் செக்ஸோடு கூட இருக்கிற நாட்களில் நாம் let us keep distance. ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന സമയത്ത് എതിർ ലിംഗത്തിലുള്ള വ്യക്തിയോട് നാം ഒരു അകലം സൂക്ഷിക്കുക. Now Proverbs chapter 31. സദൃശവാക്യങ്ങൾ 31-ാമത്തെ അധ്യായം. அருமையான வாலிப பையங்க இப்பயே this is not the age for you for marriage. There are some young people, there may be some young boys, young brothers in the church now. ഇവിടെ ചെറുപ്പക്കാരായ ചില സഹോദരന്മാരുണ്ടാവും. நாளைக்கு உங்களுக்கு மேரேஜ் கிடையாது, இன்னும் it will take so many years உங்களுக்கு இருக்கலாம். പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വിവാഹ പ്രായമാവുക. ஆனால் இப்பயே நீங்க அதுக்காக என்ன செய்யணும்னா நீங்க ஒரு வழியை உண்டு பண்ணணும். இப்பயே அதுக்கு ஒரு வழியை உண்டு பண்ணணும். എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരു ചിന്തിക്കാനും ഒരു ഒരുക്കമുള്ളവരായിരിക്കണം. യെസ്, വേദത്തിലെ Proverbs chapter 31, who can find a virtuous woman அப்படினு வாசிக்கிறோம். 10 verse 10. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, നല്ല ഗുണമുള്ള ഒരു ഭാര്യയെ ആർക്ക് കിട്ടും എന്ന് നാം അവിടെ വായിക്കുന്നു. அந்த क्वेश्चனுக்கு ആൻസർ verse 3ல இருக்கு பாருங்க. ഈ ചോദ്യത്തിന്റെ ഉത്തരം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത്. TLB translationல எப்படி சொல்லப்பட்டிருக்கு அப்படின்னா do not spend time with women அப்படினு வாசிக்கிறோம். മറ്റൊരു തർജ്ജമയിൽ പെൺകുട്ടികളുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. യെസ്, அவர்கள் தான் ஃபியூச்சர்ல என்ன செய்ய முடியும் அப்படினா ஒரு வெர்ச்சுவஸ் கேர்ள் கண்டுபிடிக்க முடியும். അങ്ങനെ പെൺകുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് സദ്ഗുണമുള്ള ഒരു ഭാര്യയെ ദൈവം നൽകുന്നത്. அப்படிதான் ஒரு ரைச்சியஸ் யங் மேனை நாம் எப்படி கண்டுபிடிக்க முடியும் அப்படின்னா வாலிப பிராயத்தில் ஆப்போசிட் செக்ஸோட கூட பாய்ஸோட கூட சாட்டிங்ல டைத்தை ஸ்பெண்ட் பண்ணாதவர்கள். തങ്ങളുടെ യൗവന പ്രായത്തിൽ ഓപ്പോസിറ്റ് സെക്സ് എതിർലിംഗത്തിലുള്ള വ്യക്തികളോട് ഒപ്പം ചാറ്റിങ്ങും ചെയ്തുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ അടുത്തിടപഴകാത്ത വ്യക്തികൾക്കാണ് ദൈവം ഈ രീതിയിൽ നല്ല ഗുണമുള്ള ഒരു വ്യക്തിയെ പങ്കാളിയായിട്ട് നൽകുക. ഓക്കെ, നമ്പർ 1 അവളുடைய ഹംബിൾ സ്റ്റേറ്റ് കർത്തർ பார்த்தார். ഒന്നാമതായിട്ട് മറിയയുടെ താഴ്മയുള്ള അവസ്ഥയെ ദൈവം കണ്ടു. അവൾ താഴ്മയായി ഇരുന്നതിനാൽ അവൾക്കുള്ള ഒരു വിശ്വാസം ഇരുന്നത്. അവൾ താഴ്മയുള്ളവളായിരുന്നത് കൊണ്ട് അവളുടെ ഹൃദയത്തിൽ വിശ്വാസവും ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ആപത്തുക്കും അവൾ ഭയപ്പെടാതെപടിക്ക് തന്നെ ഒപ്പുകൊടുത്താൽ, താൻ ഒന്നിനെക്കുറിച്ചും പേടിക്കാതെ തന്നെ തന്നെ സമർപ്പിച്ചു, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. பீட்டர் இதை ரிமைண்ட் பண்றார். பூர்வ காலத்தில் உள்ள ஸ்திரீகள் தேவனிடத்தில் நம்பிக்கையா இருந்து ஒரு ஆபத்துக்கும் பயப்படாதபடிக்கு கீழ்ப்படிந்தார்கள் வாசிக்கிறோம். പത്രോസ് ഈ കാര്യത്തെ ഓർപ്പിക്കുന്നുണ്ട്. പഴയ കാലത്തുള്ള സ്ത്രീകൾ അവര് ഒരു ആപത്തിനെയും ഭയപ്പെടാതെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. കാരണം தேவனிடத்தில் ஒரு நம்பிக்கையா இருந்தார்கள். കാരണം എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ஓகே, மரியாளிடத்தில் அந்த வாலிப பெண்ணிடத்தில் நாம் காண்பிக்கிற இன்னொரு அற்புதமான ஒரு கேரக்டர். ഈ ഒരു യുവതിയായ മറിയയുടെ ജീവിതത്തിലുള്ള മറ്റൊരു വളരെ മനോഹരമായ ഒരു സ്വഭാവ വിശേഷം. ലൂക്ക് ചാപ്റ്റർ 1. ലൂക്കോസ് 1-ാം അധ്യായം. അവൾ ഒരു അടിമയാകவே, ഒരു വേലക്കാര അടിമയാകவே അവൾ നടന്നു കൊണ്ടാൽ. അവൾ ഒരു
അടിമയായി, ഒരു ദാസിയായി അവൾ തന്നെ ആ രീതിയിലാണ് അവൾ പെരുമാറിയത്. அவளுக்கு ஒரு அடையாளத்தை தூதன் சொல்லியிருந்தார். உன்னுடைய ஆன்டி எலிசபெத் இந்த முதிர் வயதில் கர்ப்பவதி ஆனால் அப்படின்னு சொல்றாங்க. മറിയയ്ക്ക് ദൂതൻ ഒരു അടയാളം കൊടുത്തിരുന്നു. നിന്റെ ആന്റി പ്രായമുള്ള ആ എലിസബത്തിന് ഗർഭം ധരിക്കും എന്ന് പറഞ്ഞിരുന്നു. ஓகே, அந்த செய்தியை கேள்விப்பட்டா, ஓ ஆன்டி வந்து பிரெக்னன்ட் ஆயிட்டாங்களா, ஓ பிரைஸ் லார்ட். അപ്പൊ അവൾക്ക് ഉടനെ, ഓ എന്റെ ആന്റിക്ക് പ്രഗ്നന്റ് ആയോ, അവൾക്ക് വളരെ സന്തോഷം. அவ வாசிக்கிறோம், verse 39ல வாசிக்கிறோம், Luke chapter 1:39. അവിടെ 39-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. verse 40. 40-ാം വാക്യം, സെഖര്യാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. அதாவது கலிலேயாவில் உள்ளதான நார்தர்ன் பார்ட்ல இருந்து சதர்ன் பார்ட்ல உள்ள யூதா பட்டணத்துக்கு டிராவல் பண்ணி ஒரு யங் கேர்ள் அவங்க பேரண்ட்ஸ்ட பர்மிஷன் கேட்டிருக்கா. அவரு, மம்மி டாடி எனக்கு லார்ட் ப்ளீஸ் என் பர்மிட் மீ ஆன்டிட்ட போய் நான் ஒரு 3 months நான் போய் ஹெல்ப் பண்ணிட்டு வரேன். அப்படி என்ன സെർവന്റ് സ്പിരിറ്റ് അത്. എന്റെ ആന്റിയുടെ അടുത്ത് പോയി 3 മാസം എനിക്ക് പോയി എന്റെ ആന്റിയുടെ അടുത്ത് എനിക്ക് ആന്റിയെ സഹായിക്കണം എന്ന് പറഞ്ഞ് തന്റെ മാതാപിതാക്കളോട് പെർമിഷൻ വാങ്ങി ഇവളിതാ ആ നാട്ടിലെ വടക്ക് ഭാഗത്തു നിന്ന് തെക്കേ അറ്റത്തേക്ക് അവൾ യാത്ര ചെയ്യുന്നു. മലനാട്ടിക്ക് പോണാൽ അവൾ ഈ മല പ്രദേശത്തേക്ക് പോവുകയാണ്, യഹൂദിയ നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ് ബൈബിളിൽ വാസിக்கிறோம், തീവ്രമായി പോണാൽ. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, ബന്ധപ്പെട്ട് ചെന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കേ, verse 56. 56-ാമത്തെ വാക്യം നോക്കുക. മറിയ ഏകദേശം 3 മാസം അവളോട് കൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാ സ്പിരിറ്റ്, എന്നാ ഹംബിൾ സ്പിരിറ്റ്, എന്നാ സെർവന്റ് സ്പിരിറ്റ് എല്ലാം. ദൈവത്തിന് സ്തോത്രം. എത്ര താഴ്മയുള്ള ഒരു ആത്മാവ്, എത്ര നല്ല ഒരു ദാസിയുടെ ആത്മാവാണ് ഈ മറിയയ്ക്കുള്ളത്. அருமையான பிள்ளைகள். பேரண்ட்ஸுக்கு முதல்ல ஃபேமிலியில முதல்ல என்ன செய்வோம்னு சொன்ன, நம்ம வந்து அவைலபிளா இருப்போம். எந்த ஒர்க் செய்யறதுக்கா இருந்தாலும் நம்ம வந்து என்ன லோ டாஸ்கா இருந்தாலும் சரி செய்யறதுக்கு நம்ம வந்து என்ன இருக்கணும்னு അവൈലബിളാ இருக்கணும். പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് ചെറിയ ജോലിയാണെങ്കിലും അത് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ട് ഇരിക്കണം. ഒരു ടീ പോട കൂടെ தெரிய மாட்டேங்குது. ചില കുഞ്ഞുങ്ങൾക്ക് ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. சமைக்க தெரிய மாட்டேங்குது. ഭക്ഷണം പാകം ചെയ്യാൻ അറിയില്ല. வீட்டில் உள்ள ஒர்க் எல்லாம் பண்றதுக்கு அவங்களுக்கு தெரியல. വീട്ടിലെ ഒരു ജോലി ചെയ്യാനായിട്ട് അവർക്ക് അറിയില്ല. ഇവ 3 മാസം പോയി ഹെൽപ്പ് பண்ணிட்டு വന്നാ പോയി. എന്നാൽ ഇതാ ഈ മറിയെ നോക്കുക, അവള് 3 മാസം പോയി ആന്റിയെ സഹായിക്കാനായിട്ട് പോയി, സഹായിച്ചിട്ട് തിരികെ വന്നു. ஏஜ்ல வயசுல இந்த ஏஜ்ல ஆன்டிக்கு ஒரு டெலிவரி ஆக போகுதுன்னு சொன்ன உடனே போய் கூட இருந்து எல்லாம் ஹெல்ப் பண்ணிட்டு வந்தா பாருங்க. ആന്റിക്ക് പ്രായമായിരിക്കുന്ന ആന്റിക്ക് ഇപ്പോൾ അവള് ഗർഭവതിയായി എന്ന് അറിഞ്ഞപ്പോൾ ആന്റിയുടെ അടുത്ത് പോയി അവൾക്ക് എല്ലാ സഹായവും ചെയ്ത് തിരികെ വരുന്നു. ഓക്കെ, നോട്ട് ഓൺലി മേരി, അർമിയൻ ബോയ്സ്ക്കും ഒരു വാർത്ത കാണിക്കും. മാർക്ക് ചാപ്റ്റർ 1. ഞാൻ സഹോദരിമാർക്ക് മാത്രമല്ല, ഇവിടെയുള്ള ചെറുപ്പക്കാർക്കും ഞാൻ ഇവിടെയുള്ള സഹോദരന്മാർക്കും ഞാൻ ഒരു വാക്യം കാണിക്കാം. മർക്കോസ് 1-ാം അധ്യായം verse 19 and 20. 19ഉം 20ഉം വാക്യങ്ങൾ. അവിടെ നിന്ന് അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഡാഡിയോടെ വർക്ക് പോയിട്ട് വന്നിരിക്കാங்க பாருங்க, രണ്ടുപേരും. നോക്കുക, ഇവിടെ രണ്ടുപേരും, ഇവിടെ യാക്കോബും യോഹന്നാനും ഇവിടെ തന്റെ അവരുടെ അപ്പനായ സെബദിയോട്, അവരുടെ ഡാഡിയോടൊപ്പം ജോലി ചെയ്യുന്നവരാണ്. അതോട് കൂടെ കൂലി ആட்கள் இருக்காங்க ഉള്ളരെ. അവിടെ അവര് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ മറ്റു കൂലിക്കാരും ഉണ്ട്. ஓகே, நைட் எங்க போயிட்டாங்க அப்படின்னா ஃபிஷிங்காக நைட் போயிட்டாங்க. രാത്രി അവര് മീൻ പിടിക്കാനായിട്ട് പോയി. ഓക്കെ, ഏർലി മോർണിംഗ് വന്നിട്ടാங்கன்னு വെச்சுக்கோ. അപ്പം அதிகாலை വെളുപ്പിനെ അവരെ തിരിച്ചെത്തി എന്ന് ചിന്തിക്കുക. டாடி நாங்க போறோம், அவ்வளவுதான். நாங்க எப்ப அந்த வலையெல்லாம் கொஞ்சம் சுத்தப்படுத்தணும், அதெல்லாம் கூலி ஆட்கள் இருக்காங்க பாத்துக்க, நான் போன வேலை போவோம் அப்படின்லாம் சொல்லல.
രാത്രി മുഴുവൻ അധ്വാനിച്ചു, മീൻ പിടിച്ചു, രാവിലെ വന്നു കഴിഞ്ഞിട്ട് ഡാഡി ഞങ്ങള് പോവാണേ. അപ്പൊ ഡാഡി പറയുന്നു, അല്ല മക്കളെ, ഈ വലയെ നന്നാക്കണ്ടേ, അതവിടെ കൂലിക്കാരുണ്ടല്ലോ, അവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇവര് പോയില്ല. അത് മുഴുமையா செய்யணும். അത് ആ ജോലി പൂർത്തിയാകുന്നത് വരെ പൂർണ്ണമായിട്ടും അവരതില് വ്യാപൃതരായിരുന്നു. ജീസസിനുடைய லைஃப்ல ஒரு வார்த்தை, இட் இஸ் ஃபினிஷ்டு அப்படின்ட்டு. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു ഇപ്രകാരം ഒരു വാക്യം, അത് പൂർത്തിയായി, എല്ലാം നിവൃത്തിയായി. அது அது கல்வாரியில உள்ள கிராஸ்ல உள்ள வேர்டு கிடையாது. அவருடைய வாழ்நாள் முழுவதும் ஹப்பா இட் இஸ் ஃபினிஷ் அப்படி முடிச்சிடுவார். അത് ആ കാൽവറി ക്രൂസിൽ യേശു പറഞ്ഞ ഒരു വാക്ക് മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവത്തിലാണ് യേശു ജീവിച്ചത്. எதுவுமே ஆஃப் ஒர்க் கிடையாது, ஃபுல் ஒர்க் எல்லாமே. ഒന്നും ഒരു പകുതി ജോലി ചെയ്ത് വിട്ടുകളയുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. പൂർണ്ണമായി എല്ലാം അത് പൂർത്തിയാക്കി മുമ്പോട്ട് പോയി. ஏன்னா ஜீசஸ் 30 இயர்ஸ் നാസറേത്തിൽ அப்படிதான் இருந்திருக்கிறார். 30 വയസ്സ് വരെ നസ്രേത്തിൽ യേശു അങ്ങനെയാണ് ജീവിച്ചത്. அத கரெக்டா அவங்க வலையை நெட் அவங்க க்ளீன் பண்ணிட்டு இருக்கிறது ஜீசஸ் பார்த்துட்டார். അപ്പൊ ഉടനെ യേശു കണ്ടു, ഇവിടെ ഇതാ രാവിലെ ഇവര് രണ്ടുപേര് ചെറുപ്പക്കാര് അവര് ഇരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. அதை கண்டு அவர்களை அழைத்தார் அப்படின்னு வாசிக்கிறோம். അവിടെ നാം വായിക്കുന്നത്, അത് കണ്ട് അവരെ യേശു വിളിച്ചു. தன் வேளையில் ஜாக்கிரதையா இருக்கிறவனை கண்டாயானால் அப்படின்னு வாசிக்கிறோம். നാം വായിക്കുന്നു, തന്റെ ജോലിയിൽ തന്റെ വേലയിൽ ഉത്സാഹത്തോടു കൂടെ ഇരിക്കുന്നവനെ. சோ அருமையான வாலிப பிள்ளைகள், பாய்ஸா இருந்தாலும் சரி, கேர்ள்ஸா இருந்தாலும் சரி, പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, நாம் முதல்ல ஃபேமிலிக்கு, நம்ம டாடி மம்மிக்கு, நம்ம ஃபேமிலியில நம்ம அவைலபிளா இருப்போம். என்ன ஒர்க்குக்கா இருந்தாலும் அவைலபிளா இருப்போம். ആദ്യം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്ത് ജോലിയാണെങ്കിലും അതിനായിട്ട് നിങ്ങൾ അവർക്ക് ലഭ്യമായിരിക്കണം. சில வாலிப பிள்ளைகள் சர்ச்சில் அவைலபிளா இருப்பாங்க, வீட்டுல அவைலபிளா இருக்க மாட்டாங்க. That is hypocrisy. ചില ചെറുപ്പക്കാര് അവര് ചർച്ചിൽ മീറ്റിങ്ങില്, ചർച്ച് ഹാളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ വളരെ ഉത്സാഹമാണ്, എന്നാൽ വീട്ടിലൊന്നും ചെയ്യില്ല. അവര് കാപട്യക്കാരാണ്. ஃபர்ஸ்ட் நம்மளுடைய ஃபெய்த்ஃபுல்னஸ், நம்மளுடைய അവൈലബിലിറ്റി, നമ്മളുടെ എല്ലാം முதல்ல ഹോമിൽ தான். ഒന്നാമതായിട്ട് നിങ്ങളുടെ വിശ്വസ്തത, നിങ്ങളുടെ ലഭ്യത, അതെല്ലാം നിങ്ങളുടെ വീട്ടിലായിരിക്കണം. then ചർച്ചിക്ക് വരണം. അതിനെ തുടർന്നാണ് നിങ്ങൾ സഭയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഈ പ്രകാരം ജോലികളൊക്കെ ചെയ്യേണ്ടത്. സോ അവർ ഒരു ബോണ്ട് സ്ക്ലേവിനുடைய സ്പിരിറ്റാ இருந்தா പെരുണക്കാണവികളെ അവർ തേടണം. മറ്റുള്ളവരുടെ കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, മറ്റുള്ളവരുടെ നന്മയെ അന്വേഷിക്കുന്ന ഒരു നല്ല ആത്മാവ് ഉള്ളവർ. அந்த அடிமையின் தாழ்மையின் இடத்திலிருந்து நாம் கற்றுக்கொள்கிற இன்னொரு வண்டர்ஃபுல் ட்ரூத், நோ மர்மரிங் இன் யுவர் மவுத். നമുക്ക് ഇങ്ങനെയുള്ള ഒരു ദാസിയുടെ മനോഭാവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു പാഠം, അവളുടെ ഒരു തരത്തിലുള്ള പിറുപിറുപ്പ് ഇല്ലായിരുന്നു. ലൂക്ക് ചാപ്റ്റർ 2, ലൂക്കോസ് 2-ാം അധ്യായം. ஃபர்ஸ்ட் 5 வெர்சஸ் நம்ம வாசிக்கிறோம். அது நம்ம சும்மா ஃபர்ஸ்ட் லெக்சரா இருக்கும் பொழுது ஃபர்ஸ்ட் 5 வெர்சஸ் நீங்க படிங்க. ലൂക്കോസ് chapter 2 2-ാം അധ്യായം. First 5 verses in your leisure time, you please go through it. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അവിടെ ആദ്യത്തെ 5 വാക്യങ്ങൾ നിങ്ങൾ അത് സാവധാനം വായിക്കുക. பொதுவா நம்மளுடைய தேசத்திலே 10 years ஒரு ட்ரிப் குடிமதிப்பு സെൻസസ് കണക്കെടുപ്പാங்க. നമ്മുടെ ഈ നാട്ടിലും ഇവിടെ 10 വർഷത്തിലൊരിക്കൽ ഇങ്ങനെ സെൻസസ് എടുക്കാറുണ്ട്, ആളുകളുടെ കണക്കെടുക്കാറുണ്ട്. ஆனால் அந்த டைம்ல கிங் அகஸ்டஸ்னுடைய டேஸ்ல என்ன இருந்துச்சுன்னா, தலகிலா ஒரு காரியம் நடந்துச்சு. എന്നാൽ അവിടെ അന്ന് ഓഗസ്തോസ് കൈസറുടെ ആ കാലഘട്ടത്തിൽ സാധാരണ സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. என்ன அப்படின்னா, பொதுவா இப்ப சென்சஸ் கணக்கு எடுக்கிறதுனா எது வந்து ஒரு நல்ல ஒரு அவங்கவுங்க இருக்கிற ஊர்ல தான் கணக்கெடுப்பாங்க. ആളുകൾ എവിടെ താമസിക്കുന്നോ അവിടെ പോയിട്ട് ആണ് അവരുടെ കണക്ക്, അവിടെ ഉള്ള കണക്ക് സാധാരണ എടുക്കാറുള്ളത്. ஆனா அது எப்படி கணக்கு இருக்குன்னா, இப்போ உங்களுடைய டாடி மம்மி நீங்க பிறந்த இடம், இப்ப நீங்க கல்கட்டான்னு வச்சுங்க, இப்ப கல்கட்டாக்கு போகணும் நீங்க.
എന്നാൽ ഇപ്പോ ഇവിടെയുള്ള കണക്കെടുപ്പ് ഒരു പ്രത്യേക രീതിയിലാണ്, സെൻസസ്. ഇപ്പൊ നിങ്ങളുടെ മാതാപിതാക്കൾ അവര് ജനിച്ചത് കൽക്കട്ടയിലാണെങ്കിൽ, അപ്പൊ കണക്ക് ഗവൺമെന്റിന് കണക്കെടുക്കാനായിട്ട് അവര് കൽക്കട്ടയിലേക്ക് യാത്ര ചെയ്യണം. அங்க மும்பையில் உள்ளவங்க எங்க வரணும்னு கேட்டா கோட்டயத்துக்கு வரணும். മുംബൈയിലുള്ള ആള് ജനിച്ചത് കോട്ടയത്താണെങ്കിൽ അവർ അവിടുന്ന് കോട്ടയത്തേക്ക് വരണം. இது எங்கேயாவது ஒரு மீனிங்ஃபுல்லா ஏதாச்சும் இருக்கா பாருங்க. இது இஸ் இட் எனி மீனிங்ஃபுல்? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത് എന്തെങ്കിലും ഒരു അർത്ഥമുള്ള കാര്യമാണോ? பட் அகஸ்டஸ் இது மாதிரி ஒரு முடிவு எடுக்கிறார். എന്നാൽ രാജാവല്ലേ അഗസ്തസ് കൈസർ ഇങ്ങനെ ഒരു ആജ്ഞ അങ്ങ് പുറപ്പെടുവിച്ചു. அப்ப நாம் என்ன செய்யக்கூடாது அப்படின்னா, கவர்மெண்ட்டை வந்து என்ன செய்யக்கூடாதுன்னு, we should not blame கவர்மெண்ட்டினுடைய பாலிசி, அவருடைய பிளான்ஸ், அவருடைய ஆர்டர்ஸ் எல்லாம் நம்ம வந்து என்ன செய்யக்கூடாதுன்னா, நாம் முறுமுறுக்கவோ குறை சொல்லவோ கூடாது. നാം ഇപ്രകാരം ഗവൺമെന്റിന്റെ നമുക്ക് ബോധിക്കാത്ത, നമുക്ക് മനസ്സിലാകാത്ത, ഇങ്ങനത്തെ നമുക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ, ആജ്ഞകളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ മുറുമുറുക്കുകയും പിറുപിറുക്കുകയും ചെയ്യരുത്. நமக்கு எப்படி இருக்கணும், நாம எப்படி அந்த வசனத்தை எடுக்கணும் அப்படின்னா, தீர்க்கதரிசிகளின் புஸ்தகத்தில் எழுதப்பட்டிருக்கிறபடியே அவன் பெத்லஹேமுக்கு போனாங்க அப்படின்னு நம்ம விசுவாசிக்கணும். നാം അത് വിശ്വസിക്കേണ്ടത്, അത് പ്രവാചകന്മാർ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ആ എഴുതിയ കാര്യം അപ്രകാരം സംഭവിക്കാനായിട്ട് ഞാൻ ഇതിന് കീഴ്പ്പെടുന്നു, ഞാൻ ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ രീതിയിലാണ് നാം ഈ എല്ലാ കാര്യങ്ങളെയും എടുക്കേണ്ടത്. அப்படின்னா நம்ம வாயில முறுமுறுப்பு இருக்காது. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നാം പിറുപിറുക്കുകയില്ല. ஏன்னா சில காரியங்கள்லாம் வந்து ஏன் இப்படி நடக்குதுன்னு நமக்கு தெரியாது. നാം ചില കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. Yes, எழுதப்பட்டிருக்கிற பிறகு as it is written in your word of God, so everything is going okay, let it be, praise the Lord. அப்படி we should give thanks to the Lord. ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാം സംഭവിക്കുന്നു. ഞാൻ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അങ്ങേക്ക് ഞാൻ മഹത്വം കരേറ്റുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. இப்ப எங்கேருந்து போறாங்க அப்படின்னா, மறுபடியும் இவங்க எங்கேருந்து பெத்லஹேமுக்கு போறாங்க, சதர்ன் ரீஜனுக்கு போறாங்க, மலைநாட்டுக்கு போறாங்க மறுபடியும். വീണ്ടും അവര് മലനാട്ടിലേക്ക്, സദേൺ റീജിയനിലേക്ക് വീണ്ടും പോവുകയാണ്. அப்போ ஒரு பிரெக்னென்ட் உமனை ஜோசப் எடுத்துக்கிட்டு என்ன செய்யறாருன்னா, ஒரு கோவேரி கழுதையிலயோ ஏதோ ஒண்ணு வச்சு அழைச்சிட்டு போறாரு, டிராவல் பண்றாரு. ഇവിടെ ഇതാ ഒരു ഗർഭിണിയായ യുവതിയെ ഒരു കഴുതയുടെ പുറത്ത് കയറ്റി ജോസഫ് അവളെയും കൊണ്ട് പോവുകയാണ്. அவளுடைய வாயில முறுமுறுப்பு இல்ல. ആ പെൺകുട്ടിയുടെ വായിൽ അവൾക്ക് പരാതിയില്ല, പിറുപിറുപ്പില്ല. பெத்லஹேம்ல சத்திரத்துல இடம் இல்ல. അവിടെ ബെത്ലഹേം, അവിടെ സത്രത്തിൽ അവിടെ ഇടവുമില്ല, അവർക്ക് താമസിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ല. நீங்க முன்കൂட்டியே நம்ம கிளம்பி இருந்திருக்கலாம்ல, என்ன பிளான் பண்ணீங்கன்னு ஹஸ்பண்ட் அவ ബ്ലെയിം பண்ணல. നിങ്ങള് ഭർത്താവല്ലേ, ഇത് മുൻകൂട്ടി ഈ ഗർഭിണിയായ എനിക്ക് അവിടെ ഒരു റൂം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തുകൂടായിരുന്നോ? അവൾ പിറുപിറുത്തില്ല, ചോദ്യം ചോദിച്ചില്ല. அவ எங்க குழந்தையை டெலிவரி பண்ணான்னா, ஒரு மாட்டுக்கொட்டையில குழந்தை டெலிவரி பண்ணா. ഒരു കാലിത്തൊഴുത്തിലാണ് തന്റെ പ്രസവം നടക്കുന്നത്. தேவன் தெரிந்து கொண்ட கிருபா பாத்திரம், அவளோட வாயில முறுமுறுப்பு இல்ல. ദൈവം തിരഞ്ഞെടുത്ത ആ കൃപയിൻ പാത്രമായ മറിയയുടെ വായിൽ ഒരു പിറുപിറുപ്പ് ഇല്ലായിരുന്നു. பரலோகத்தின் தேவன் பார்த்தார் பாருங்க. அப்படின்னா அவளுடைய வாழ்க்கையில வாலிப நாட்களில் அநேக சூழ்நிலைகளில் அவ வாயில முறுமுறுப்பு இல்ல. തന്റെ യൗവന പ്രായത്തിൽ പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ ഈ രീതിയിൽ പരാതിപ്പെടാതെ, പിറുപിറുക്കാതെ ജീവിച്ചതുകൊണ്ടാണ് ദൈവം അവളെ തിരഞ്ഞെടുത്തത്. நம்ம வாழ்க்கையில நாம் எவ்வளோ சூழ்நிலைகளில் நாம் முறுமுறுக்கிறதுக்கும் கம்ப்ளைண்ட் பண்றதுக்கும் உண்டான ஸ்பிரிட்ல இருந்து உங்களை விடுவித்துக் கொள்ளும்படிக்கு உங்களை அன்போடு வேண்டுகிறேன். ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിക്കട്ടെ, ജീവിത സാഹചര്യങ്ങളിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പരാതിയിൽ നിന്നും പിറുപിറുപ്പിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം. Philippians chapter 2, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം. நல்ல அருமையான நியூ கோவனன்ட் வார்த்தைகள். ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ചില വാക്യങ്ങൾ. 15 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കുക. 15 and 16 മലയാളത്തിൽ 14-15. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ
அன்னைக்கு இருந்த சந்ததி எப்படிப்பட்ட சந்ததினா ஒரு குறுக்கட் ஜெனரேஷன், அகஸ்டஸ்னுடைய டைம். ആ അഗസ്തസ് കൈസറുടെ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ വക്രതയും കോട്ടവുമുള്ള ആളുകളായിരുന്നു. அதன் மத்தியில அவருடைய வாயில் என்ன இல்லைன்னா முறுமுறுப்பு இல்லை. അതിന്റെ മധ്യത്തിൽ ഇതാ പിറുപിറുപ്പില്ലാത്ത, വാദം ഇല്ലാത്ത ഒരു യുവതി. புருஷன்ட்ட கம்ப்ளைண்ட் பண்ணல. ഭർത്താവിന്റെ അടുത്ത് അവൾ പരാതി പറഞ്ഞില്ല. இன்னைக்கெல்லாம் அருமையான இன்னைக்கு திருமணமான சில யங் கப்புள்ஸ் எல்லாம் இன்னைக்கு டெலிவரிக்காக அவங்களுடைய டிமாண்ட்ஸ், எக்கச்சக்கமான டிமாண்ட்ஸ் அவங்களுக்கு இருக்கு. இன்னைக்கு ഇന്ന് വിവാഹിതരായ ചില യുവതികളെ കുറിച്ച് എനിക്കറിയാം. അവർക്ക് പ്രസവത്തിന്റെയൊക്കെ സമയം വരുമ്പോൾ പലതരത്തിലുള്ള ഡിമാൻഡുകളാണ്. இங்கே கேரளால எனக்கு எப்படின்னு தெரியல, பட் இன் தமிழ்நாட்டுல கவர்மெண்ட் ஹாஸ்பிட்டல்ஸ்ல பெஸ்ட் ஹாஸ்பிட்டல்ஸ், பெஸ்ட் ட்ரீட்மெண்ட்லாம் எனக்கு இருக்கு. இன்னைக்கு കേരളത്തിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ തമിഴ്നാട്ടിൽ അവിടെ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ വളരെ നല്ല ചികിത്സ, വളരെ നല്ല ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുന്നുണ്ട്. ஆனால் அந்த யங் கேர்ள்ஸ்க்கு என்ன இருக்கிறது கிடையாது அப்படின்னா, அவங்க மைண்ட்ல செட் பண்ணிட்டாங்க பிரைவேட் ஹாஸ்பிட்டல் போகணும், நல்ல ஒரு பேக்கேஜ், நல்ல சி செக்ஷன் இவ்வளவு பேக்கேஜ், நார்மல்னா இவ்வளவு பேக்கேஜ்ங்கிறத மைண்ட் செட் பண்ணிட்டாங்க. എന്നാൽ അവരുടെ മനസ്സിൽ ഒക്കെ എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം, ഈ രീതിയിലുള്ള ഒരു പാക്കേജ്, സിസേറിയൻ ആണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ഈ കാര്യങ്ങളിൽ അവരുടെ മനസ്സ് ആ രീതിയിൽ അവരങ്ങ് ക്രമീകരിച്ചിരിക്കുകയാണ്. ഫാമിലി ബാക്കപ്പ് இருந்தா ഓക്കെ. തന്റെ ഭർത്താവിന്റെ കയ്യിൽ കുടുംബത്തിൽ പണം ഉണ്ടെങ്കിൽ ഓക്കെ. husband is if he is well to do, he is able, then okay, no problem. ഭർത്താവിന് പണമുണ്ട്, അങ്ങനെ ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല. சில ஹஸ்பண்ட்ஸ் என்ன செய்வாங்க அப்படின்னா, அவங்க கையில கடன் படக்கூடாதுன்னு விரும்புவாங்க. ചില ഭർത്താക്കന്മാർ ഞാൻ കടം വാങ്ങരുത് എന്നുള്ള ഒരു തീരുമാനമുള്ളവരാണ്. ഓക്കെ, அந்த இடத்துல ஒரு ஆபத்துக்கு நாம் பயப்படக்கூடாது. அந்த இடத்துல അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം ഭയപ്പെടേണ്ട, നമ്മൾ ഒരു ആപത്തിനെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ പുരുഷனுக்கு சப்மிட் பண்ணிட்டோம். ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എന്റെ ഭർത്താവിനെ ഞാൻ കീഴ്പ്പെട്ടിരിക്കട്ടെ. ഓക്കെ, என்னோட இருக்கிற ஃபைனான்ஸ் கண்டிஷனுக்கு நான் கவர்மெண்ட் ஹாஸ்பிடல்ல நான் ட்ரீட்மெண்ட் பாத்துக்கிறேன். ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ചികിത്സയെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പോകാം. ஏன் இந்த ட்ரூத் நான் ரிலேட் பண்றேன்னா, லுக் இன்டு மேரி. ഞാൻ എന്തിനാണ് ഈ കാര്യം പറയുന്നത്? മറിയയുടെ ജീവിതം നോക്കുക. எந்த சத்திரத்துல இடமே கிடையாது, ரூமே கிடையாது. முதல்ல லாட்ஜில இடம் இல்ல. முதல்ல അവിടെ താമസിക്കാനായിട്ട് ആദ്യം സത്രത്തിൽ അവിടെ സ്ഥലമേ ഇല്ല. தேவன் எங்க டெலிவரி வச்சு பார்த்தாரு பாருங்க. എവിടെയാ ഡെലിവറി നടക്കുന്നത് നോക്കുക, കാലിത്തൊഴുത്തിൽ. why because that's the humble state of the Mary. മറിയയുടെ താഴ്മയുള്ള ഒരു അവസ്ഥ. அவருடைய வாயில முறுமுறுப்பா கம்ப்ளைனிங் ஸ்பிரிட் இருக்காது. അവളുടെ വായിൽ പരാതിയോ പിറുപിറുപ്പോ ഇല്ലാത്ത ഒരു യുവതി. ഓക്കെ, ഒരേ ഒരു ട്രൂത്ത് சொல்லி நான் முடிக்க விரும்புகிறேன். ഞാൻ ഒരു സത്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. യെസ്, அவளுடைய ஸ்பிரிட் வந்து அவள் தாழ்மை உள்ளவளாய் இருக்கிறபடினால் she won't get offended easily. താഴ്മയുള്ള ഒരു പെൺകുട്ടി ആയിരുന്നത് കൊണ്ട് ഈ മറിയ അവൾ വളരെ പെട്ടെന്ന് മുറിപ്പെട്ട് പോവുകയില്ല. പിന്നാட்களில் நாம் ഗോസ്പലിൽ നാം വാസിக்கிறோம். പിന്നീട് നാം സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു, ജീസസ് എவ்வளவாய் women what business do you have with me அப்படினார். യേശു ക്രിസ്തു വളരെ ഗൗരവത്തോടു കൂടെ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അവ അഫണ്ട് ആവല. എന്നാൽ അത് കേട്ടിട്ടും അവൾ മുറിപ്പെട്ടു പോയില്ല. சில அப்படியே கற்பனை பண்ணி பாருங்களேன், அஃபண்ட் ஆயிருந்திருந்தாருன்னா நான் வீட்டுக்கு போறேன்னு சொல்லிட்டு அவங்க போட்டு கல்யாணத்தை விட்டு வீட்டுக்கு போயிருப்பாங்க. ചിലരെ ഈ രീതിയിൽ മുറിപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോകുമായിരുന്നു. இப்படி எல்லாம் சில வைஃப்மார்கள் எல்லாம் நாம் பார்க்கிறோம். ഇങ്ങനെയുള്ള ചില ഭാര്യമാരെ ഞാൻ കാണാറുണ്ട്. ஏதாவது அஃபண்ட் ஆயிட்டாங்கன்னா பாதி ஃபங்க்ஷன்ல வீட்டுக்கு போயிடுவாங்க. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്രകാരം എന്തെങ്കിലും കാര്യത്തിന് മുറിപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടുന്ന് ഇടയ്ക്ക് തന്നെ തിരികെ പോകും. எப்படி இது? அதெல்லாம் எங்க திடீர்னு வந்துச்சுன்னு கேட்டா, அவளுடைய யுவதியிலிருந்து, இளம் பிராயத்திலிருந்தே கற்றுக்கொண்டார். ഇതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് വന്നത്?
അവരുടെ യൗവന പ്രായം മുതൽ തന്നെ അവർ ശീലിച്ച അവരുടെ ശീലമാണ്. ஓகே, சர்ச்சில் எவ்வளோ சூழ்நிலைகள்ல உங்களை யாராவது என்ன செய்யலாம் அப்படின்னா கரெக்ட் பண்ணலாம், டிசிப்ளின் பண்ணலாம், உங்களை டீச் பண்ணலாம். സഭയിലും പല സാഹചര്യങ്ങളിൽ മറ്റു ചിലർ നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങളെ തിരുത്തിയേക്കാം, നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നേക്കാം, നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചേക്കാം. ஸோ அது இப்பொழுதே அதெல்லாம் now itself we have to cultivate. ഇപ്പോൾ തന്നെ നമുക്ക് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് അത് നാം വളർത്തിയെടുക്കണം. சில யங் கேர்ள்ஸ் சாதாரண ஒரு சின்ன மேட்டர்ல என்ன செஞ்சிடறாங்க அப்படின்னா உடனே அஃபண்ட் ஆயிடுறாங்க. ചില യുവതികൾ, ചില ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, അവര് ചെറിയൊരു കാര്യത്തിനായിട്ട് പെട്ടെന്ന് അവര് മുറിപ്പെട്ടു പോകുന്നു. Is this the way of dressing? So it seems to be offensive அப்படின்னு யாராவது கரெக்ட் பண்றாங்கன்னு வச்சுங்க. നീ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രധാരണ രീതി അത് അത്ര ശരിയാണോ എന്ന് ചോദിച്ചാൽ മതി, ഉടനെ മുറിപ്പെട്ടു പോയി. See, my dear young daughter, you are such a stumbling block to the other girls அப்படின்னு சொல்லிட்டு யாராவது ஒருத்தன் கரெக்ட் பண்றான்னு வச்சுங்க, அவ்வளவுதான், got offended. അപ്പോൾ ഏതെങ്കിലും ഒരു മോളെ, നിന്റെ ഈ ഒരു രീതി, നിന്റെ ഈ ഒരു നടപ്പ് അത് മറ്റ് പെൺകുട്ടികൾക്കും അതൊരു തെറ്റായ മാതൃകയാണ് എന്നൊന്ന് പറഞ്ഞാൽ മതി, ഉടനെ മുറിപ്പെട്ടു പോയി. அவ்வளவுதான். அதோட என்ன செய்யறது கிடையாதுன்னு பிரைஸ் லாட் கிடையாது, பாக்குறது கிடையாது, அப்படியே திருப்பிக்கிறது. இதெல்லாம் ஹம்பிள் ஸ்டேட் கிடையாது, எல்லாம் പ്രൗഡ് സ്റ്റേറ്റ്. ഇതെല്ലാം അങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് നോക്കുന്നില്ല, ഒരു ദൈവത്തിന് സ്തോത്രം, ഒരു പ്രൈസ് ദി ലോർഡ് പറയുകയില്ല, കണ്ടാൽ ഉടനെ മുഖം തിരിച്ചു കളയുന്നു. ഇതെല്ലാം ഒരു നിഗളത്തിന്റെ ഒരു പ്രതിഫലനമാണ്. താഴ്മയുള്ള ഒരു ഹൃദയമില്ല. സോ இப்படிப்பட்ட சூழ்நிலைகள் எல்லாம் நாம் പൊട്ടപ്പെടും பொழுது മനത്താഴ്മയായി നാം കേട്ടുകൊള്ളണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ താഴ്മയുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നാം ദൈവത്തോട് ചോദിക്കണം. ஸோ அவளை குறித்துதான மேரி குறித்துதான ட்ரூத்ஸ் எல்லாம் அதுக்கப்புறம் மேரேஜ் லைஃப்ல நிறைய ட்ரூத்ஸ் இருக்கு, அது நமக்கு இப்ப தேவையில்லை. മറിയയുടെ ജീവിതത്തിൽ, അതിനെ തുടർന്ന് വിവാഹ ജീവിതത്തിൽ പല സത്യങ്ങളുണ്ട്, അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഓക്കെ, അവ എவ்வளவாய் தேவன் அவளை நம்பி இணங்கி தன்னுடைய மகனை அவள் கொடுத்தார். ഇതാ ഇപ്രകാരം താഴ്മയുള്ള ആ ഒരു കന്യകയെ, അവളെ കണ്ട് അവളിലൂടെയാണ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്. അവളെ നമ്പി പരിശുദ്ധാവി കൊടുത്താർ അവളിടത്തില്. അവളെ വിശ്വസിച്ച് ഈ തന്റെ പുത്രനെ ഏൽപ്പിക്കുക മാത്രമല്ല, അവളെ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെയും നൽകി. Yes, you can receive Jesus and the Holy Spirit. അതെ, നിങ്ങൾക്ക് യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും നിങ്ങൾക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയും. മനത്താഴ്മയാ ഇരുപ്പോ. അതിനു വേണ്ടിയ ഒരു നിബന്ധന ഇത് മാത്രമാണ്, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, പരിശുദ്ധമായി നടന്നുകൊള്ളൂ, നിങ്ങൾ വിശുദ്ധിയോടുകൂടെ നടക്കണം, എല്ലാവർക്കും ഒരു സെർവന്റ് സ്പിരിറ്റിൽ ഇരിക്കണം, എല്ലാവരോടും നിങ്ങൾ ഒരു ദാസ്യ മനോഭാവത്തോടു കൂടെ ആയിരിക്കണം. നമ്മുടെ വായില് മുറുമുറുപ്പ്, കംപ്ലൈന്റ് സ്പിരിറ്റ് ഇരിക്ക വേണ്ട. വായിൽ ഈ ഒരു പിറുപിറുപ്പിന്റെ, പരാതിയുടെ ഒരു ആത്മാവ് ഉണ്ടാവരുത്. யாராவது நம்மளை கரெக்ட் பண்ணாங்க, டிசிப்ளின் பண்ணாங்க, டீச் பண்ணாங்க அப்படின்னா அஃபண்ட் ஆயிட வேண்டாம். ആരെങ്കിലും നമ്മളെ തിരുത്തുന്നു, നമ്മളോട് എന്തെങ്കിലും പറയുന്നു, നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു, അവിടെ നാം മുറിപ്പെട്ടു പോകരുത്. എബോവ് ഓൾ ഉങ്ങളെ കംപ്ലീറ്റ് ആണ്ടവർക്ക് സറണ്ടർ பண்ணிடுங்க. എല്ലാറ്റിലും ഉപരിയായി നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് അർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. കർത്തർ കൃപ செய்வாராக. ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. പരിശുദ്ധ പിതാവേ, തുതിக்கிறோம். പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. அருமையான இந்த கேம்ப்ல இருக்கிற ஒவ்வொரு வாலிப பிள்ளைக்காக நன்றி செலுத்துகிறோம். ഈ ക്യാമ്പിലുള്ള എല്ലാ ചെറുപ്പക്കാരായ സഹോദരന്മാർക്കായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. തങ്ങളുടെ വാലിബത്തെ, തങ്ങളുടെ യൂത്ത് കംപ്ലീറ്റ് 100% തനക്കെന്ന് വെച്ചുകാതെ പിടിക്കും മുഴുമയായി ഒപ്പുകൊടുക്ക കൃപ ചെയ്യുക. തങ്ങളുടെ ഈ യൗവനകാലത്ത് തങ്ങളുടെ യൗവനം അത് തങ്ങൾക്കായിട്ട് തന്നെ ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് നൽകുവാൻ അവരെ സഹായിക്കണമേ. அப்படியானால் நீரும் உம்முடைய குமாரனையும் பரிசுத்தாவியும் சம்பூர்ணமாய் நீ கொடுப்பீர் ஆண்டவரே. അങ്ങനെയെങ്കിൽ പിതാവേ, അങ്ങ്
അങ്ങയുടെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവർക്കും അങ്ങ് പൂർണ്ണമായിട്ട് നൽകുമല്ലോ. பிள்ளைகளே ஆசீர்வதியும். ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. இந்த நாட்கள்ல கேட்ட அந்த வார்த்தைகளை எல்லாம் அவருடைய இருதயங்களை அவர் எழுதி கொள்ளட்டும். ഇന്ന് ഈ നാളുകളിൽ അവർ കേൾക്കുന്ന ദൈവവചനങ്ങളെല്ലാം അവരുടെ ഹൃദയ പലകളിൽ എഴുതണമേ കർത്താവേ. அவருடைய குடும்பத்துக்கும் அவருடைய திருச்சபைக்கும் ஒரு ஆசீர்வாதமா இருக்கட்டும். അവരുടെ കുടുംബങ്ങൾക്കും അവരായിരിക്കുന്ന പ്രാദേശിക സഭയിലും അവർ അനുഗ്രഹമായി തീരട്ടെ. இயேசுவின் நாமத்தில் பிதாவே. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ.